Hey, my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. It's been long time നമ്മൾ ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ട് അല്ലെ. ടാരോട്ട് റീഡിംഗ് ആണെന്നുണ്ടെങ്കിലും എനിക്കറിയാം ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ട്രാവലിംഗിലായിരുന്നു. പക്ഷെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് എക്സ്പെക്ട് ചെയ്യാം. സോ ഗെറ്റ് റെഡി ടു ഗ്രോ വിത്ത് മീ സ്പിരിച്വലി, ഇമോഷണലി, എനർജറ്റിക്കലി ആൻഡ് സോ മച്ച് മോർ. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. ലൈഫ് വാല്യൂ, ലൈഫ് സ്റ്റാൻഡേർഡ് ഒക്കെ റേസ് ചെയ്യാനൊക്കെ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം സെൽഫ് ലവ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് അല്ലെ. പല ആളുകളും പല ഉദ്ദേശം വെച്ചിട്ടായിരിക്കാം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്ക് പ്രയോറിറ്റി കൊടുക്കുക, നമ്മളെ ഇഷ്ടപ്പെടുക. ആ ഒരു സമയത്താണ് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള കാര്യങ്ങൾ ചേഞ്ച് ആവുക അല്ലെ. പല ആളുകളും സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ആയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെ. പല ആളുകൾക്കും പല ഇന്റൻഷൻ ആയിരിക്കാം. സെൽഫ് ലവ് അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് മിക്ക ആളുകൾക്കും വന്നിട്ടുണ്ടായിരിക്കാം. അവർ വളരെ സെൽഫ്ലെസ് ആയിട്ട് ജീവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെ. ഒരിക്കലും അവരുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അവരുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അവരെന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ജീവിതം ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം എല്ലാവർക്കും തരും അല്ലെ. നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ചില ചലഞ്ചിങ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ട്. മിക്ക ആളുകളും അങ്ങനെ ആയിരിക്കാം. സെൽഫ് ലവ്, ഓക്കെ, ഞാൻ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഞാൻ എന്നെ നോക്കേണ്ടതായിട്ടുണ്ട്, എന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സമയത്താണ് മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക അല്ലെ. ഇവിടെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഠിനമായിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ എനിക്ക് ഇങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത്, അതായത് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നത് ഓൺലി ബിക്കോസ് പോയിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സെൽഫ്ലെസ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ യാതൊരു റെസ്പെക്റ്റും ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മളോട് അത്രൊരു ഇഷ്ടം, അത്രൊരു കൺസിഡറേഷൻ, നമുക്കൊരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ടൈം, നമ്മുടെ സ്നേഹത്തിനൊക്കെ ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റോങ് ആയിട്ടുള്ള ഒരു പേഴ്സണ് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളതല്ല. ഇൻസ്റ്റീഡ് നമ്മൾക്ക് എന്താണ് വേണ്ടത്, ഒരു റിലേഷൻഷിപ്പിന് നമുക്ക് എന്താണ് വേണ്ടത്, എനിക്ക് എങ്ങനത്തെ ഒരു പാർട്ട്ണർ ആണ് വേണ്ടത്, ഞാൻ എന്താണ് ഡിസേർവ് ചെയ്യുന്നത്. സോ അതൊക്കെയാണ് നമ്മുടെ സെൽഫ് ലവ്, ഒരു ഹെൽത്തി ഒരു സെൽഫ് ലവ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അതായത് എനിക്ക് വേണ്ടത് എനിക്ക് എന്താന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വീണ്ടും നിങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ഒരു റോങ് ആയിട്ടുള്ള ഒരു പേഴ്സണിന് നമ്മൾ കൂടുതൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ആർക്ക് കൊടുക്കണം എന്നുള്ളത് നമുക്കൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ്. ഡെഫിനറ്റ്ലി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക നമുക്ക് അത്ര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ് അല്ലെ. ആ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എവിടേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയായിരുന്നു, നിങ്ങളുടെ വീക്ക്നെസ് എന്തായിരുന്നു, പല കാര്യങ്ങളും നമ്മളുടെ അത്ര ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. സോ അവിടെ നമുക്ക് നമ്മളുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റി വെക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും, നമ്മുടെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ മാറ്റി വെക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് അസെറ്റ് ആയിട്ട്, നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ സ്വഭാവങ്ങളോ അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. സോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം, ചില കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡിന്റെ ഒരു ഗ്രാഫ് പെട്ടെന്ന് റേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ടാവും, ഒരുപാട് ആക്ഷൻസ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ ഓരോ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആക്ഷൻ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അത് എന്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രവൃത്തിയിലാണ് നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഓരോ ഏരിയാസിൽ നിങ്ങൾ എടുത്തു നോക്കുക. ഇപ്പൊ നിങ്ങളുടെ ഓരോ ദിവസം എടുത്തു നോക്കുന്ന സമയത്ത്
എവിടെയാണ് നിങ്ങളുടെ ആക്ഷൻസ് കൂടുതൽ പോകുന്നത്? മേ ബി ചില ആളുകൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. അപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെ വെറുതെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് ഇരിക്കുന്ന ആളുകളായിരിക്കാം. നാളെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്ന ആളുകളായിരിക്കാം. ചില ആളുകൾ ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഒരുപാട് വായിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെ? നമ്മുടെ എനർജി, എഫേർട്ട് ഒരു ദിവസം എടുത്തു നോക്കുന്ന സമയത്ത് എവിടെയാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഫണ്ടമെന്റൽ ആക്ഷൻ എന്തൊക്കെയാന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നമ്മുടെ ഫണ്ടമെന്റൽ ആക്ഷൻ ആണ്, അതായത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തികളാണ് നമ്മളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് 2 വ്യക്തികൾ എടുക്കാം. രണ്ടാൾക്കും വെയിറ്റ് ലോസ് ചെയ്യണം വലിയ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ശരീരം ഫിറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളത് വളരെ ആഗ്രഹമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിചാരിക്കാം. അതിൽ ഒരാളുടെ ആക്ഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആക്ഷൻ എന്ന് പറയുന്നത് അയാൾ എപ്പോഴും ജിമ്മിൽ പോകുന്നുണ്ടായിരിക്കാം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കാം, ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. മറ്റൊരാളുടെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയാൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഡയറ്റ് പ്ലാൻ ഒന്നും ഉണ്ടാവില്ല, തോന്നിയ സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പ്രോപ്പർ എക്സസൈസ് ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല. സോ ഈ 2 വ്യക്തികളുടെ ആക്ഷന്റെ ഒരു ഫണ്ടമെന്റൽ റിസൾട്ട് എങ്ങനെയായിരിക്കാം വരിക? ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കാം വരിക? അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? സോ ഇത് ഞാൻ നിങ്ങളടുത്ത് പറയാൻ കാരണം, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റാൻഡേർഡ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള ധാരണയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എന്താണ്, അതിന് കോൺസ്റ്റന്റ്ലി നിങ്ങൾ കൊടുക്കുന്ന ആക്ഷൻ, ഓക്കെ, ഈവൻ നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്ത് ആക്ഷൻ ആണ് അതിലേക്ക് പോകുന്നത്, അതാണ് നിങ്ങൾ അതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ലൈഫിൽ എവിടേക്കാണോ നമുക്ക് മാറ്റങ്ങൾ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തികൾ കൊടുക്കാനും നമുക്ക് സാധിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ സെൽഫ് ലവുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാണ്, അല്ലെ? നമ്മൾ ഏറ്റവും മികച്ച വ്യക്തിയാക്കാണ്. അത് നമ്മുടെ ശരീരത്തിനാണെന്നുണ്ടെങ്കിലും മനസ്സിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം നമ്മൾ മാത്രമായിട്ട് വളരെ സെൽഫിഷ് ആയിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളതല്ല. സോ നമ്മളെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെ? നമ്മുടെ ഫാമിലി ഉണ്ടായിരിക്കാം, പാരന്റ്സ് ഉണ്ടായിരിക്കാം, പാർട്ട്ണർ ഉണ്ടായിരിക്കാം, സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കണം. സോ ഇവിടെ സൗഹൃദങ്ങളുടെ കാര്യം പറയുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അഗെയിൻ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളുടെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാണ്, അല്ലെ? സോ നമ്മൾ എന്ന വ്യക്തിയെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു സമയത്ത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾ എങ്ങനെയാന്നുള്ളത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ നമ്മളുടെ ആക്ഷൻ ആരുമായിട്ടാണ്, അത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണോ, നമ്മൾ ഒരു നല്ലൊരു വ്യക്തിയാക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ലൈഫ് സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ആളുകളാണോ എന്നുള്ളത് തിരിച്ചറിയേണ്ട കാര്യമാണ്. അത് ആരുമായിക്കോട്ടെ. നമുക്കറിയാം നമ്മളുടെ സറൗണ്ടിങ്ങിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും, നമ്മൾ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെ? മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ള ആളുകൾ മാറാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുന്ന സമയത്ത് ഇതാണ്, ഓക്കെ, ഈ ഒരു പോയിന്റ് ആണ് എനിക്ക് നിങ്ങളിലേക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. സോ മറ്റുള്ള ആളുകൾ മാറാൻ വേണ്ടി നിങ്ങൾ മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അത് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് എന്ന് പറയാനേ പറ്റില്ല. കാരണം ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഓരോ ആക്ഷൻ എടുക്കുന്ന സമയത്തും നമ്മുടെ ഫോക്കസ് മൊത്തം എവിടെയാണ് നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നത് അതിലേക്കായിരിക്കാം, അല്ലെ? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ, അവർ ചേഞ്ച് ആയോ എന്നായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെ? സോ നമ്മളുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ എനർജി കൂടുതൽ നമ്മൾ ആ ഒരു കാര്യത്തിലായിരിക്കാം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇൻസ്റ്റീഡ് അത് ആര് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഈ ഒരു സമയത്ത് അവർ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് മാത്രമായിട്ട് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതിരിക്കുക. ഒരിക്കലും നിങ്ങൾ മറ്റുള്ള വ്യക്തി മാറാൻ വേണ്ടിയിട്ട് നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങരുത്. നിങ്ങൾ സ്നേഹിക്കേണ്ടത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. സോ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ, നിങ്ങൾ എന്ന വ്യക്തിയെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക. അവിടെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അവിടെ ഈ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ ഫണ്ടമെന്റൽ ആക്ഷൻ എവിടെയാണ് പോകുന്നത് എന്നുള്ളത്. ഫൈനാൻഷ്യലി ആയിരിക്കാം, നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ വീട്ടിലായിരിക്കാം, ആളുകളുമായിട്ടുള്ളതായിരിക്കാം, നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ആക്ഷൻ ആയിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന ഹാബിറ്റ്സ് ആയിരിക്കാം. ഇതിലൊക്കെ എന്ത് ആക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്,
ആ ഒരു ആക്ഷൻ നമ്മളെ ലീഡ് ചെയ്യുന്ന ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് ആ ഒരു ഒറ്റ കാര്യം നിങ്ങൾ അവെയർ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു റീപ്രോഗ്രാം യുവർ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ് റേസ് ചെയ്യാൻ ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഡീൽ ചെയ്യുന്ന എന്ത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അത് എനിക്ക് എങ്ങനെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഓക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ ആക്ഷൻ ഇങ്ങനെയാണ്, ഈ ഒരു ആക്ഷൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്, എന്ത് റിസൾട്ട് ആയിരിക്കും എന്നെ ആ ഒരു കാര്യത്തിൽ നിന്ന് ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഒരു ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ പഴയതുപോലെ ട്രീറ്റ് ചെയ്യാൻ തോന്നില്ല. അതിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തികളാണ് നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന റിസൾട്ട് ഓക്കെ ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് പോകുന്നത്, ആ ഒരു കാര്യം നിങ്ങളെ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ എന്ത് ആക്ഷൻ ആയിരിക്കാം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട്, അത് സംഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെ അതല്ലാതെ നിങ്ങളുടെ ചില പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ചില റിസൾട്ട് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, അല്ലെ? ആ ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് തരുന്നത്, അത് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ സെൽഫ് ലവ് ആയിട്ട് ഒന്ന് ഡീപ്പായിട്ട് കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഫിറ്റ് ആയിട്ടിരിക്കണം, നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ആക്ഷൻ ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ എന്ത് ആക്ഷൻ ആയിരിക്കാം അത് ഇല്ലാണ്ടാക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ എന്ത് ഫണ്ടമെന്റൽ ആക്ഷൻ ആയിരിക്കാം ആ ഒരു കാര്യം സ്പോയിൽ ചെയ്യുന്നുണ്ടായിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയാണ്, അല്ലെ? കാരണം നമ്മളെ കൂടുതൽ സ്നേഹിക്കുകയാണ്. സോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ നമ്മുടെ പ്രവൃത്തികൾ അത് ഇല്ലാണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെ? സോ അതില്ലാണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഓക്കെ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ സെൽഫ് ലവിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അല്ലെ? സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക, നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. സോ അവിടെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും 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 ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നമ്മളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്, അല്ലെ? ഇതൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് വിത്ത് പ്രാക്ടീസ്. സോ ഇത് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ.